ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കെ ശൈലജയും കോഴിക്കോട്ട് എളമരം കരീമും തന്നെ സിപിഎം സ്ഥാനാർത്ഥികളാകും. ഇരുവരുടെയും പേരുകൾക്ക് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗീകാരം നൽകി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ സിപിഎം വീണ്ടും പ്രതിക്കൂട്ടിലായ സാഹചര്യത്തിൽ ജില്ലയിൽ മത്സരം നിർണായകമാണ്. നിയമസഭയിലും തദ്ദേശ സ്ഥാപനങ്ങളിലും LDFന് കോഴിക്കോട് ജില്ലയിൽ നിർണായക സ്വാധീനമുണ്ടായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പരാജയം CPMന് വലിയ ക്ഷീണമായിരുന്നു. കരുത്തരെ കളത്തിലിറക്കി 2 മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കാനാണ് CPM നീക്കം. പാർട്ടി കേഡർ വോട്ടുകൾക്ക് പുറമെ ജില്ലയിൽ നിർണായക ശക്തി കേന്ദ്രമായ മുസ്ലിം വോട്ടുകൾ കൂടി ഏകീകരിക്കാനാണ് CPM ശ്രമം. കേന്ദ്ര കമ്മിറ്റി അംഗവും രാജ്യസഭാംഗവുമായ എളമരം കരീമിനെ കളത്തിലിറക്കിയാൽ കാന്തപുരം വിഭാഗം സുന്നികളുടെയും ഇതര മുസ്ലിം സമുദായ സംഘടനകളുടെയും വോട്ട് ഏകീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം ജില്ലയിൽ ഏറെക്കാലത്തെ പ്രവർത്തന പരിചയവും കരീമിന് തുണയാകും. ടി.പി. ചന്ദ്രശേഖരൻ വധത്തിനുശേഷം വടകരയിൽ CPM നിലം തൊട്ടിട്ടില്ല. സ്ത്രീ വോട്ടുകൾ കൂട്ടത്തോടെ UDFനെ തുണച്ചതും വടകരയിൽ തിരിച്ചടിയായി. കെ മുരളീധരന്റെ പ്രതിച്ഛായയ്ക്ക് പകരം വെക്കാനും സ്ത്രീ വോട്ടുകൾ തിരിച്ചുപിടിക്കാനും കെ ശൈലജ സഹായിക്കുമെന്നാണ് CPM വിലയിരുത്തൽ. ഹൈക്കോടതി വിധിയോടെ വടകരയിൽ UDF വീണ്ടും ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് ചർച്ചയാക്കുന്നുണ്ട്. കെ ശൈലജയുടെയും എളമരം കരീമിന്റെയും പേരുകൾക്ക് CPM ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. LDF വടകര കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേർന്നു കഴിഞ്ഞു. സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ച സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ച് തിരിച്ചുവന്നാൽ ഉടൻ പാർലമെന്റ് കമ്മിറ്റി വിളിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് LDF തീരുമാനം. റിപ്പോർട്ടർ, കോഴിക്കോട്.